ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് സ്ട്രെസ്സാണ് എല്ലാത്തിനെയും പ്രശ്നത്തിലാക്കുന്നത്. ആർത്രൈറ്റിസിൻ്റെ കേസുകളിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അല്ലാതെ തന്നെ ഡിപ്രഷനായിട്ടും വർത്ത്ലെസ്നെസ് ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സ്ട്രെസ്സാണെന്ന് പറയും. അപ്പോൾ സ്ട്രെസ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് സ്ട്രെസ്സ്. ഇപ്പോൾ ഒരു വീട്ടമ്മയെ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വിമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട് വൃത്തിയാക്കി വെക്കുക, നല്ല ഫുഡ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക, അവർ പഠിക്കുന്നുണ്ടോ, മാർക്ക് ലിസ്റ്റ് നോക്കുക, ഇതെല്ലാം അവരുടെ ഇതിൽ വരുന്നൊരു കാര്യമാണ്. ഒരു ഹൗസ് ഹെൽപ്പ് ഇല്ലാതെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ വളരെയധികം സ്ട്രെസ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാങ്ക് എംപ്ലോയി ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ HR വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല രീതിയിലുള്ള ടാർഗറ്റുകളും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ജോലികളും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഫാമിലിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ നേർക്കുള്ള ഷൗട്ടിങ്, അതുപോലെ സമയത്തിന് എത്തിച്ചേരാൻ പറ്റായിക, ടൈമിന് വൈകി പോകുന്നതിനുള്ള സോറി പറച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൂടി വരും തോറും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് മാറും. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നമ്മളെക്കാൾ വളരെ മോശം പെർഫോം ചെയ്തിരുന്ന ഒരാൾ വലിയ ഹയർ പൊസിഷനിലൊക്കെ എത്തി എന്തെങ്കിലും കാണുമ്പോഴേക്കും നമ്മൾ എന്തിനോ ഒരു കാരണവും ഇല്ലാതെ വീണ്ടും സ്ട്രെസ്ഡ് ആവും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ഒരു സ്ഥായിയായ കാര്യങ്ങളല്ല. നമുക്കൊരു 10 വർഷം കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമോ എന്നൊന്നും പോലും നമുക്കറിയില്ല. എപ്പോഴും ഇന്നത്തെ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. ഇന്നത്തെ ദിവസം കാമായിരിക്കാൻ പഠിക്കണം. നമുക്ക് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ മാറ്റാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇന്ന് മുതൽ വേണമെങ്കിൽ തിരുത്താൻ കഴിയുന്നൊരു കാര്യമാണ് കുട്ടികളോട് ഷൗട്ട് ചെയ്യാതിരിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ, അവർ കുട്ടികളല്ലേ, അതുകൊണ്ടാണല്ലോ അവർ കുട്ടികൾ എന്ന് പറയുന്നത്. അടുക്കും ചിട്ടയൊക്കെ കുറവായിരിക്കും, പെർഫെക്ഷനൊക്കെ കുറവായിരിക്കും, ചിലപ്പോൾ എല്ലാ ഭക്ഷണവും ഒന്നും കഴിച്ചു എന്ന് വരില്ല, വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ മടിയായിരിക്കും. ഇറ്റ്സ് ഓക്കെ. നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യാതിരിക്കുക, അതൊരു ശീലമാവാൻ ശ്രദ്ധിക്കുക. ജെൻറ്റിലായിട്ട് സംസാരിച്ച് തുടങ്ങുക. അങ്ങനെ പതിയെ നമുക്കൊരു ഫീലിംഗ് ഓഫ് കാംനെസ് നമ്മൾ തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അടുക്കി വയ്ക്കുന്നതിൽ, നമ്മൾ സ്ഥാനങ്ങൾ പ്ലേസ് ചെയ്ത് വയ്ക്കുന്നതിലുള്ള അടുക്കും ചിട്ട, അതൊക്കെ ഇഷ്ടംപോലെ വീഡിയോസും ക്ലാസ്സസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ആദ്യം ആരംഭിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ളവരെ, നമ്മുടെ നേരെ ചുറ്റുമുള്ളവരോട് ഹാർഷായിട്ട് സംസാരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം. ആ തൊട്ടടുത്തുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് നല്ലൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് അത് കഴിയും. അപ്പോൾ ഇന്ന് തൊട്ട് ആരോടും ഷൗട്ട് ചെയ്യാതിരിക്കുക.